വർണ്ണാഭമായി മാനവനിലയത്തിന്റെ നൃത്തഹർഷം. വർണ്ണാഭമായി മാനവനിലയത്തിന്റെ നൃത്തഹർഷം. മലയാള സിനിമകളുടെ പ്രിയപ്പെട്ട തറവാട് കണ്ണിയമ്പുറം മാനവനഗറിലെ മാനവനിലയത്തിന്റെ 75-ാം വാർഷികാഘോഷമാണ് കുടുംബാംഗങ്ങൾ ചേർന്ന് മനോഹരമാക്കിയത്. വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച ആഘോഷ പരിപാടി രാത്രി ഏറെ വൈകിയാണ് സമാപിച്ചത്. സംവിധായകൻ ലാൽ ജോസ്, സിനി ആർട്ടിസ്റ്റ് മഹേഷ്, കലാമണ്ഡലം ഗിരിജ, ഡോക്ടർ ശാലിനി ഹരികൃഷ്ണൻ തുടങ്ങിയവരുടെ സാന്നിധ്യം ചടങ്ങിന്റെ മാറ്റുകൂട്ടി. കുടുംബാംഗങ്ങൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ചത്. ചടങ്ങിൽ മാനവനിലയത്തിന്റെ കുടുംബനാഥനായിരുന്ന സി രവീന്ദ്രനാഥിനെ അനുസ്മരിക്കുകയും ചെയ്തു. നോക്കിയതും പ്രേം നസീർ ഒരു കാറിൽ വന്ന് ഇറങ്ങി വീടിനകത്തേക്ക് കയറി പോകുന്ന ഒരു ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആദ്യമായിട്ട് അത്ഭുതത്തോടു കൂടി കണ്ടു വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഉദ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമ ഇതേ വീട്ടിൽ ഒരു 10-20 ദിവസം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് ഇവിടെയുള്ള എല്ലാവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. മമ്മൂക്കയും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനും സുമാരി ചേച്ചിയും ഒക്കെ ആയിട്ട്, കാവേരി, ബിജു മേനോൻ ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ ഇപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. പിന്നെ കാലം പിന്നെയും കടന്നുപോയി. ഞാനൊരു സംവിധായകനായി എൻ്റെ മീശമാധവൻ എന്ന് പറയുന്ന സിനിമ ഈ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപർണ വിനോദ് മേനോൻ നയിച്ച സോളോ ഭരതനാട്യം ബാംഗ്ലൂർ താരംഗ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന ഭരതനാട്യം ഗ്രൂപ്പ് പെർഫോമൻസ്, കൃഷ്ണപ്രവീണും സംഘവും നയിച്ച തായമ്പക, വരുൺ മേനോന്റെ ഇലക്ട്രിക് ഗിറ്റാർ പെർഫോമൻസ്, സിദ്ധാർത്ഥ് മേനോന്റെ ഹിന്ദുസ്ഥാനി വോക്കൽ എന്നിവയും ചടങ്ങിന്റെ ഭംഗി വർദ്ധിപ്പിച്ചു. தேடி தேடி கொடுங்கானடந்தேனடி கோடி மன்மதன் போலே நின்றானடி தேடி தேடி So